മഹാനായ സയ്യിദുന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബുനയ്യ അന്നദ്ദുന്യ ബഹറുൻ അമീക്. എൻ്റെ കുഞ്ഞിമോനെ, ദുനിയാവ് എന്ന് പറഞ്ഞെങ്കിൽ അത് കുണ്ടുള്ള ഒരു കടലാണ്. ദുനിയാവ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കുണ്ടുള്ള കടലാണ്. ഖദ്മാത കസീറു മിനന്നാസ്, ഒരുപാട് ജനങ്ങൾ ആ കടലിൽ മുങ്ങി മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ മുങ്ങി മരിക്കാൻ പാടില്ല. നീ ആ കടലിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ ഒരു കപ്പൽ തയ്യാറാക്കണം. ആ കപ്പൽ എന്താണ് വാപ്പ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹുവിനോട് മകൻ ചോദിച്ചപ്പോൾ ആ കപ്പലാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം മകന് പറഞ്ഞു കൊടുത്തത്. നിന്റെ ജീവിതത്തിൽ സ്വാലിഹായ അമലുകൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാക്കി ആ ദുനിയാവിൽ മുങ്ങി ചത്തുപോകാതെ രക്ഷപ്പെടാൻ വേണ്ടി നീ ഒരു കപ്പൽ ഉണ്ടാക്കണം എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് വസിയത്ത് ചെയ്തതുപോലെ മുഅ്മിനീങ്ങളെ നമ്മൾ ചെലവഴിച്ച ഈ നിമിഷങ്ങൾ, നമ്മൾ ചെലവഴിച്ച ഈ മണിക്കൂറുകളെല്ലാം ഇത് നമുക്ക് രക്ഷപ്പെടാനുള്ള കപ്പലുകളാണ്. എവിടത്തേക്ക് രക്ഷപ്പെടാൻ? ആഖിറത്തിലേക്ക് രക്ഷപ്പെടാനുള്ള കപ്പലുകളാണ്. പക്ഷേ നമ്മളൊക്കെ ഇത് ചിന്തിക്കാനില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. മുഅ്മിനീങ്ങളെ, യുവാക്കളെ, നമ്മളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഫിലിം ആക്ടർ ഉപ്പിനങ്ങാടി ടൗണിലേക്ക് രാത്രി 3 മണിക്ക് വരുന്നെന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹീറോ, ഏതെങ്കിലും സുമുഖി നമ്മളെ ഉപ്പിനങ്ങാടി ടൗണിലേക്ക് 3 മണിക്ക് വരുന്നെന്ന് പറഞ്ഞെങ്കിൽ, നമ്മളെ സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിന്റെ നാമമുള്ള ചെറുപ്പക്കാർ രാത്രി വറക്കയിച്ച് അവനെ ഒന്ന് കാണണം, അവന്റെ മുഖമൊന്ന് നോക്കണം. അവൻ എങ്ങനെയാണ് ടീഷർട്ട് ധരിക്കുന്നത്, അവൻ എങ്ങനെയാണ് പാന്റ് ധരിക്കുന്നത്, അവന്റെ മീശ എങ്ങനെയാണ്, അവന്റെ താടി എങ്ങനെയാണെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ യജമാനനായ റബ്ബ് പറയുകയാണ്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി, ഇന്നുവരെ വെള്ളം തന്ന, ഇന്നുവരെ ഭക്ഷണം തന്ന, ഇന്നുവരെ എല്ലാ നിഅമത്തുകൾ ചെയ്തു തന്ന, ഏതുവരെ എന്തെല്ലാം തെറ്റുകൾ അക്രമങ്ങൾ ചെയ്ത് നിന്നെ കിടത്തത്തിലാക്കാതെ, നിനക്ക് മാരകമായ രോഗം തരാതെ, നിനക്ക് അല്ലാഹു തആല ക്യാൻസർ തരാതെ പിന്നെയും പിന്നെയും നിഅമത്ത് തന്ന യജമാനനായ റബ്ബ് പറയുന്നു, എന്നെ നിനക്ക് കാണണമെന്ന് ഒരാഗ്രഹമില്ലേ? മുഅ്മിനീങ്ങളെ, നിങ്ങളെ മനസ്സിലാക്കി നോക്ക്. മാസത്തിൽ ഒരു 2000 രൂപ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഒരു വ്യക്തി, പരിചയമില്ല, മുഖം കണ്ടിട്ടില്ല ഒരു വ്യക്തി നിങ്ങൾക്ക് തരികയാണ്. ആ വ്യക്തിയാണ് നാളെ ഉപ്പിനങ്ങടിയിലേക്ക് വരുന്നെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ മനസ്സ് എത്ര വലിയൊരു സന്തോഷമുണ്ടാകും. കാരണം മാസം മാസം എനിക്ക് 2000 രൂപ തരുന്ന ഒരു വ്യക്തിനെ ഒന്ന് എനിക്ക് കാണണം, അവനുമായി ഒന്ന് ബന്ധപ്പെടണം, അവന് സംസാരിക്കണം എന്നുള്ള ഒരു ഭൂതി നിങ്ങളെ മനസ്സിൽ വരാനില്ലേ? എങ്കിൽ അല്ലാഹ് പറയുന്നു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി, യജമാനനായ റബ്ബിന്റെ ആ ലിഖാഇനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഫൽയഅമൽ അമലൻ സ്വാലിഹാ. മോനെ, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം നല്ല നല്ല അമലുകളുമായി ബന്ധപ്പെടുക. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്റെ യുവാക്കളെ, ചെറുപ്പക്കാരി, നമുക്കെല്ലാവർക്കും തിരക്കാണ്. നിസ്കാരത്തിലും നമുക്ക് തിരക്കല്ലേ, പള്ളിയിൽ കയറിയാലും നമുക്ക് തിരക്കല്ലേ, ഇൽമിന്റെ മജ്ലിസ് വന്നാലും നമുക്ക് തിരക്കല്ലേ. സുബ്ഹാനല്ലാഹ്, എവിടെ നല്ല പ്രവർത്തനങ്ങളുണ്ട്, എവിടെ പ്രതിഫലം കിട്ടുന്നതുണ്ട്, അവിടെയെല്ലാം നമ്മളെ തിരക്കുകൾ കൂടിപ്പോയി. ഈ ഇരുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കണം, അല്ലാഹ് എന്റെ തിരക്കുകളെല്ലാം ഒഴിവാവുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം എപ്പോഴാണറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്ന് നിന്നെ
നിന്റെയും എന്റെയും റൂഹങ്ങ് പിടിച്ചാൽ പിന്നെ നമുക്ക് തിരക്കില്ല, പിന്നെ നമുക്ക് അർജന്റില്ല, പിന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തണമെന്നില്ല, പിന്നെ എന്റെ സ്ഥലത്തേക്ക് പോകണമെന്നില്ല. പിന്നെ ആരാണ് തിരക്ക് കൂട്ടുന്നത്? സുബ്ഹാനല്ലാഹ്. ഞാനും നിങ്ങളും പോറ്റി വളർത്തിയ ഞങ്ങളെ മക്കള്, ഞങ്ങളെ കുടുംബക്കാര്, ഞങ്ങളെ നാട്ടുകാര്, ഞങ്ങളെ സ്നേഹിതന്മാര്, ഞങ്ങളെ മുഴുവനും പ്രവർത്തനന്മാര് തിരക്ക് കൂട്ടില്ല. ഞാൻ ഈ സമയത്ത് പറയുന്നത്, അവരെല്ലാവരും തിരക്ക് കൂട്ടുമ്പോ നീ അവിടെ വിശ്രമം പറ്റിയില്ല, നീയും അവിടെ തിരക്ക് കൂട്ടുന്നവനാകണം. അത് എങ്ങനെയാണ് തിരക്ക് കൂട്ടുന്നത്? ഖദ്ദിമൂനി ഖദ്ദിമൂനി. ജീവിക്കുന്ന കാലത്ത് മജ്ലിസിൽ വന്നാൽ അവനിക്ക് തിരക്കില്ല, പള്ളിയിൽ വന്നാൽ അവനിക്ക് തിരക്കില്ല, വഅലിന്റെ സദസ്സിൽ വന്നാൽ അവനിക്ക് തിരക്കില്ല, മൗലൂദിന്റെ സദസ്സിൽ അവനിക്ക് തിരക്കില്ല, എന്ത് നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ അവനിക്ക് തിരക്കില്ല. പക്ഷേ അവന്റെ തിരക്ക് കൂടുന്നത് മരണത്തോടു കൂടെയാണ്. അവന് പറയാൻ തുടങ്ങുന്നു, ദുനിയാവിൽ എന്റെ വിശ്രമമെല്ലാം തീർന്നുപോയി. ഖദ്ദിമൂനി ഖദ്ദിമൂനി. എന്റെ മയ്യത്തിനെ നിങ്ങൾ വേഗ കുഫ്ലിപ്പിക്കുക, എന്റെ മയ്യത്തിനെ വേഗ കഫൻ ചെയ്യുക, എന്റെ മയ്യത്തിനെ വേഗ കൊണ്ടുപോയി കബറടക്കുക. ആ സമയത്ത് തിരക്ക് കൂട്ടുന്ന വ്യക്തികളായി തീരാൻ ഈ ദുനിയാവിൽ നമ്മൾ തിരക്കുകൾ ഒഴിവാക്കണം. നമ്മളതാ അനാചാരം ഒഴിവാക്കണം, നമ്മൾ തമ്മാടിത്തരം ഒഴിവാക്കണം. എന്റെ യുവാക്കളെ, ചെറുപ്പക്കാരെ, നേരെ മറിച്ചു. നിനക്ക് ഇവിടെ വല്ലാത്ത തിരക്കാണ്, നിനക്കൊരു ദുആന്റെ മജ്ലിസ് വേണ്ട, നിനക്കൊരു ഇൽമിന്റെ മജ്ലിസ് വേണ്ട, നിനക്ക് ഒരു മഹാന്മാരെ വേണ്ട. നീയും ഞാനും മരിച്ചാൽ അവിടെ നീ പറയുന്ന ഒരു ഗതികേടെന്താണറിയോ? എന്റെ മക്കളെ, എന്റെ കുടുംബക്കാരെ, എന്റെ നാട്ടുകാരെ, നിങ്ങളൊന്നും എന്നെ തിരക്ക് കൂട്ടണ്ട, എന്നെ നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകണ്ട, എന്നെ നിങ്ങൾ കുളിപ്പിക്കണ്ട, എന്നെ നിങ്ങൾ കഫൻ ചെയ്യണ്ട. ജീവിക്കുന്ന കാലത്ത് ഞാൻ എല്ലാ സ്ഥലത്തും തിരക്ക് കൂട്ടിയവനാണ്. ജീവിക്കുന്ന കാലത്ത് എല്ലാ സ്ഥലത്തും എനിക്ക് വല്ലാത്ത അർജന്റാണ്. അതുകൊണ്ട് എന്നെ ഇവിടെ നിങ്ങൾ അർജന്റാക്കി കൊണ്ടുപോകാൻ ആ ഖബറിൽ എനിക്ക് ഒന്നുമില്ല, ആ മഹ്ശറയിൽ എനിക്ക് ഒന്നുമില്ല. മുഅ്മിനീങ്ങളെ, എന്റെ യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരെ, ഇതുവരെയാണറിയോ മഹാന്മാർ പറഞ്ഞില്ലേ, നിന്റെ മയ്യത്തിനങ്ങ് കുളിപ്പിക്കുന്ന സമയത്ത് നീ ഒരു അട്ടാസമാണ് അവിടെ ഇടുന്നത്, പക്ഷേ മനുഷ്യവർഗം അത് കേൾക്കുന്നില്ല. ഏതുവരെ നിന്റെ വീട്ടിലൊരു പശുക്കളുണ്ടോ, നിന്റെ വീട്ടിൽ ആടുകളുണ്ടോ, ആ സമയത്തൊന്ന് പോയി നോക്കിയാൽ നിന്റെ അട്ടാസം കൊണ്ട് അത്ഭുതപ്പെട്ട് ആ മൃഗത്തിന്റെ കണ്ണിൽ കൂടി വെള്ളം വരുന്നത് നിനക്ക് കാണാൻ കഴിയും കേട്ടോ. എന്താണ് ആ അട്ടാസം അറിയോ? നിന്റെ മയ്യത്തിനങ്ങ് കുളിപ്പിക്കുമ്പോ നീ അവിടെ നട്ടാസിച്ചുകൊണ്ട് പറയുന്നത്, മയ്യത്ത് കുളിപ്പിക്കുന്ന മനുഷ്യനെ, എന്നെ വെള്ളം വീത്തുന്നത് വളരെ മെല്ലെ രൂപത്തിൽ, എന്റെ തടി കഴുകുന്നത്, എന്റെ ശരീരം കഴുകുന്നത് ഒന്നും മെല്ലെ കഴുകുമോനെ. മരണത്തിന്റെ വേദന കൊണ്ട് എന്റെ ശരീരം പരത്തി പോലെ ആയിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ ഇത് പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല വേണ്ടത്.
നമ്മളെ മരിച്ചാൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ മഹാന്മാർ പണ്ട് കാലത്തെല്ലാം നമ്മളൊക്കെ പറഞ്ഞവരല്ലേ, ചില മയ്യത്ത് അടക്കിയതിന് ശേഷം നമ്മൾ കുടുംബത്തിലിരുന്ന് സംസാരിച്ചവരാണ്. മയ്യത്ത് പള്ളിയിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് അറിയില്ല, എങ്ങനെയാണ് അവിടെ എത്തിയതെന്നറിയില്ല, എങ്ങനെയാണ് കുളിപ്പിച്ചതെന്നറിയില്ല, എങ്ങനെയാണ് കബറടക്കം ചെയ്തതെന്നറിയില്ല. കാരണം ആ മയ്യത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നെ കാത്തുകൊണ്ടിരിക്കുന്നു. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് മദീനത്ത് ബാങ്ക് കൊടുത്തിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, സ്വഹാബത്തേ, ഞാനിനി ബാങ്കിന്റെ പണിക്ക് രാജി വെച്ചു പോയി, ഇനി ഞാൻ ബാങ്ക് കൊടുക്കാനില്ല. കാരണം എന്താണറിയോ, ആ മദീനത്തെ പള്ളിയിൽ ഞാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, ആ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാന്റെ റസൂലില്ലാത്ത മിഹ്റാബ്, അള്ളാന്റെ റസൂലില്ലാത്ത മിമ്പർ, അള്ളാന്റെ റസൂലില്ലാത്ത മദീനത്തെ പള്ളി, അത് കണ്ട് എന്റെ ബാങ്ക് കണ്ടിന്യൂനാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ബാങ്കിന്റെ പണിക്ക് രാജിവെച്ചു, മദീന പോലും വിട്ടു. സുബ്ഹാനല്ലാഹ്, കൂഫയിൽ പോയി വിവാഹം കഴിച്ചു. നീണ്ട കഥകളാണ്. സുബ്ഹാനല്ലാഹ്, ആ ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് കിടക്കുമ്പോൾ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്, മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. ഭാര്യ നിലവിളിച്ച് കരയുന്നു, കുടുംബങ്ങൾ നിലവിളിച്ച് കരയുന്നു. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഭാര്യ, എന്തിനാണ് നിങ്ങൾ നിലവിളിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? ഞാൻ ഇതുവരെ കാത്തിരുന്നത് എനിക്കിവിടെ കിട്ടാൻ പോവുകയാണ്. എന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് എന്നെ വിളിക്കുകയാണ്. എനിക്കൊന്ന് പെട്ടെന്ന് ഖബറിലേക്ക് പോകണം, എനിക്കൊന്ന് പെട്ടെന്ന് ഖബറിലേക്ക് എത്തണം. മുഅ്മിനീങ്ങളെ, അതാണ് ഇവിടെ സമ്പാദിക്കേണ്ടത്. അതിന് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെടുക. അല്ലാഹു നമ്മുടെ ആയുസ് അല്ലാഹ് ബർക്കത്തിലാക്കി തീർക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ നടക്കുന്ന വഅദ് പരിപാടി, ഈ മഹാന്റെ പേരിലുള്ള ഉറൂസ്, നമ്മളതാ ഖബറിലേക്ക് പോകുമ്പോൾ നമ്മളെ സമാധാനപ്പെടുത്തുന്ന, നമ്മളവിടെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ അല്ലാഹ് പെടുത്തി തരുമാറാകട്ടെ. പെരുത്തു മുഅ്മിനീങ്ങള് പാതിരാത്രി വർക്ക് നഷ്ടപ്പെട്ട് ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, എന്തെങ്കിലും ഒന്ന് സാലിയായി കിട്ടണം എന്നുള്ള പൂതി കൊണ്ട് ഇവിടെ വന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പസമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ദുആർന്ന് പിരിയാം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് സദസ്സിന്റെ ഉള്ളിൽ വരിക. ഞാനൊരു ദുആർക്കാൻ അർഹതനെന്ന നിലക്കല്ല, ഞാനൊരു ബില്യാളെന്ന നിലക്കല്ല, പക്ഷേ ഞാനും നിങ്ങളും ഒന്ന് യജമാനനായ റബ്ബിന്റെ കോടതിയിൽ ഈ മഹാന്റെ കാരണം കൊണ്ടൊന്ന് രക്ഷപ്പെടണ്ടേ. അല്ലാ, നമുക്കൊന്ന് വിജയിക്കണ്ടേ, നമുക്കൊന്ന് ഖബറിൽ സലാമത്താകണ്ടേ. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കണ്ടേ, മാന്യമായി ജീവിക്കണ്ടേ. ഓരോരോ വ്യക്തികൾക്ക് അല്ലാഹ് കൊടുക്കുന്ന പരീക്ഷണങ്ങൾ കാണുമ്പോൾ നെഞ്ഞു പൊട്ടുകയാണ്. കാണാൻ സാധിക്കുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് നൽകില്ലല്ലോ. അതേ യജമാനനായ റബ്ബ് നമുക്ക് തന്ന നിഅമത്ത്, നമുക്ക് തന്ന ഇസ്സത്ത് അല്ലാഹ് നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള മജ്ലിസിലൊന്ന് ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.